ഇവളെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ സ്മെല്ല് കാസ്റ്റായിട്ട് ഇവൻ ചെയ്ത കണ്ണതിരി നഗത്തി കൊണ്ടു മറ്റേ ചിത്രത്തിൽ എഴുതിക്കൊണ്ടിരിക്കും. എന്റെ അമ്മ നിന്നെ ഇങ്ങനെയാണോടാ പഠിപ്പിച്ചത്? നല്ല കുട്ടിയായിട്ട് വളരണം നല്ലടാ പഠിപ്പിച്ചത്. മോശമായിട്ട് ഇവ മറ്റേ സാഡായിട്ട് ഇവ അവസാനം ഉള്ളത് കാര്യം സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൂടാ. മറ്റേ വിഷമിച്ചിട്ട് എന്റെ അമ്മ വളരെ നല്ല സാധാരണ മെർമേഡ്സ് ആണെങ്കിൽ പാട്ട് കേട്ടിട്ട് കൊള്ളൂലെങ്കിൽ പോവും. നെറ്റ്ഫ്ലിക്സിൽ എനിക്ക് തോന്നുന്നില്ല, നെറ്റ്ഫ്ലിക്സിൽ അത്ര ബ്രൂട്ടലായിട്ടുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. Welcome to another episode of our career Shining Army Studios. We are back after a long time. അതെ അതെ. എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ടൈം സ്കിപ്പ് ആക്കി കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 6 months. 6 മാസം. ഓൾമോസ്റ്റ് 6-7 മാസമായിട്ടുണ്ടോ? 6-7 ഇടയ്ക്ക് എന്തോ നമ്മള് മറ്റേ ഹനാമിയുടെ പരിപാടിക്ക് മാത്രം ഹനാമിയുടെ പരിപാടിക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ സോ ഓൾമോസ്റ്റ് ഹാഫ് ആൻ ഇയർ. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ബ്രേക്ക്. Inconsistency is a problem, but അനിമയിലായിരുന്നെ 6 pack ഒക്കെ ആയിട്ട് വരാം. so reintroducing Gauri Shankar, Gogul, Rahul, പേര് വരെ ചേട്ടാ നിങ്ങളുടെ so Anjana Musicalsന്റെ ഓണറായ ഗൗരി ശങ്കർ ഇപ്പൊ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ്. അതെ അതെ റേഡിയോയിലൊക്കെ വന്ന് മാത്രം ജീവിക്കുന്ന ഒരു സൂര്യനാണ്. ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. എന്താണെന്ന് ആർക്കറിയാം. സ്റ്റോറി ബോർഡ് സൊല്യൂഷൻസിന്റെ മുതലാളി മിസ്റ്റർ സൈലസ്. ഒരു വേദിക്കുന്ന കരുൺ ഇപ്പോൾ PS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദുബായ് എക്സ്പെഡിഷൻ കഴിഞ്ഞപ്പോ ദുബായിലോട്ട് പോകുന്നൊക്കെ ഒട്ടകങ്ങൾക്കിടയിൽ നമ്മ ഷെയ്ഖ് അബ്ദുള്ള. Okay, so back to the topic. We are today talking about Korean dramas. കൊറിയൻ ഡ്രാമ, അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് 2 കൊറിയൻ ഡ്രാമ വന്നിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ സ്ഥിരം പറയാനുള്ള മാൻവ ബേസ്ഡ് ആണ്. അപ്പോഴ് മാൻവ ഞാൻ കണ്ടതിനകത്ത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മാൻവ അഡാപ്റ്റേഷൻസ് ആണ് ഇപ്പൊ 2 എണ്ണം വന്നേക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനും അതെങ്ങനെയാണ് മാൻവ നമ്മൾ വായിച്ചിട്ടുള്ളത്, അതായത് ഇപ്പം കൊറിയൻ ഡ്രാമ കാണുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോഴ് അവർക്ക് ഈ പറഞ്ഞ മാൻവെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഉദ്ദേശമാണ്. രണ്ടാമത് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എത്രത്തോളം മാൻവ ഈ പറഞ്ഞ പുതിയ സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു സാധാരണ പണ്ടുള്ള കെ ഡ്രാമയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ആവുന്നു എന്നുള്ളതും കൂടി ഒരു ചോദ്യം. എന്ന് വെച്ചാൽ ഒരു സോഴ്സ് മെറ്റീരിയൽ ഉണ്ട്, മറ്റേതെല്ലാം ഇതല്ലയോ എന്തിനു പറയുന്ന ഒറിജിനൽസ് അല്ലേ. ഇതിപ്പം ഒരു സോഴ്സ് മെറ്റീരിയൽ ഉള്ള നമുക്ക് അവരുടെ പ്രോപ്പർലി അഡാപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതിനെ കുറിച്ച് സംസാരിക്കാന്ന് പറയുന്നത് ഇന്നത്തെ ഉദ്ദേശം. പ്രോപ്പർലി അഡാപ്റ്റിങ്ങും സ്റ്റുഡിയോയുടെ തന്നെ ഒരു ഐട്രേഷൻ എന്നും പറയാലോ. ലൈക്ക് ഇപ്പൊ മാനുവൽ ഇല്ലാത്തൊരു കഥാപാത്രത്തിനെ അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലാത്തൊരു റൊമാൻസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് അത് പറയാം, അത് വഴി പറയാം. Okay, starting with മാനേജർ കിമ്മിന്റെ ഇപ്പോഴത്തെ കേട്ടറാമയുടെ പേരെന്ന് പറയുന്നത് ഏജന്റ് കിം റീആക്ടിവേറ്റഡ്. എനിക്കറിയില്ല മാനേജർ കിം എന്ന് പറയുന്നത് എന്തോരം എളുപ്പമായിരുന്നു. ഈ പേരിലൊക്കെ ഇത്ര വ്യത്യാസം വരേണ്ട കാര്യം എന്നത് മനസ്സിലാവും. ഇത് മറ്റേ ഷിങ്കക്കിനോ ക്യോജിന് അറ്റാക്ക് ഉണ്ടായിരുന്ന മാക്കിയ പോലെ അല്ല, ഇത് ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് തന്നെയാണ്. മാനുവയുടെ പേര് മാനേജർ കിം കിമ്മതാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ഇതും തരുന്നില്ല. ഏതാ ഹിന്റ് ഒന്നുമില്ല. മറ്റേ സീക്രട്ട് ഏജന്റ് ആണെന്നോ ഇതൊന്നും ബാക്ക് ഏജന്റ് കിം റീആക്ടിവേറ്റ് എന്തുവാ ബോംബാണ്. എന്തായാലും ഇതിപ്പം when I was reincarnated into the മറ്റേ മൾട്ടിവേഴ്സ് അതേപോലെ നല്ലല്ലോ, വാഷിംഗ് മെഷീൻ ആ രീതിയിലൊന്നും അല്ലാത്തത് ബാക്കി. Reincarnated in another world with my upside online shopping skill. അത് നല്ല എനിക്ക് ഇഷ്ടമാണ്. അതെ, ഇടയ്ക്ക് വേണ്ട. അപ്പോഴേ മാനേജർ കിം എന്റെ അഭിപ്രായത്തില്, പേഴ്സണൽ അഭിപ്രായത്തിനകത്ത്
മാൻവേക്കാളും കൊള്ളാം ഓക്കെ കേഡ്രാമ. ഓക്കെ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. മാൻവേക്കാളും കേരള വർക്കായി. വൈ? അപ്പം മാനുവേല് ഇവനും ഇവന്റെ മോളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് ഇവർക്ക് എത്രത്തോളം ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്കറിയാം മോളുണ്ട്, മോക്ക് വേണ്ടിയാണ് ഇവൻ ജീവിക്കുന്നത്, അവന് വേറെ ഫാമിലിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ എല്ലാം ഡാർക്കാണ്. ഇവനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഇവന് ജീവിക്കാനുള്ള ഒരേ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ മോള് ഉള്ളത് കൊണ്ടാണ്. അത്രമാത്രം നമുക്ക് അറിയത്തുള്ളൂ. ഇതിൽ കുറച്ചും കൂടി ഇമോഷണലി ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇതിനെ. പിന്നെ ഇവന്റുകൾ ഇവരെ കൊളാപ്സ് ചെയ്ത് കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുവേല് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ഈ ഒരു ഇവന്റ് നടക്കുന്നു, ഇവന്റെ മകളെ കാണുവാനില്ല, അങ്ങോട്ട് ഇവന്റ് നടക്കുന്നത്, മകളെ തേടി പോകുന്നു. അപ്പോഴത്തേക്കും ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൽ നിന്നിട്ട് മറ്റേ ഒരു എന്തിനു പറയുന്ന എക്സ്ട്രാക്ഷൻ സെറ്റപ്പിലോട്ട് പോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന്റെ ഹിസ്റ്ററി കാണിക്കുന്നതും ഹിസ്റ്ററിയിൽ ഇവൻ ആരായിരുന്നു എന്നുള്ളതും അവന്റെ പാസ്റ്റ് അത് കണക്ക് അവന്റെ പാസ്റ്റ് ഇവനെ വീണ്ടും ഹോണ്ട് ചെയ്യുന്നു. സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര നോൺ ലീനിയർ ആയിരുന്നു. വരുന്നു, ഇങ്ങനെ കാണിക്കുന്നു, പിന്നെ ഇയാളുടെ കുറച്ച് ചെറിയ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്, പിന്നെയും തിരിച്ചു ലൈഫിലോട്ട് വരുന്നു. അങ്ങനെ ഒരു നോൺ ലീനിയർ, ഐ തിങ്ക് നോൺ ലീനിയർ തന്നെ ഇതും. നോൺ ലീനിയർ ആണ് ഇതും. പക്ഷെ ഇത് കുറച്ചുകൂടി എന്തെന്ന് പറയുന്ന മറ്റേ ആർക്കായിട്ട് തിരിച്ചിട്ടില്ലേ? ട്രെയിലറിൽ തന്നെ ഏകദേശം കഥയുടെ ഔട്ട്പുട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. പക്ഷേ കുറെ കൂടെ കോംപ്ലക്സ്, ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ്. ഐ തിങ്ക് അത് മറ്റേ കേഡ്രാമ വന്നപ്പോഴത്തേക്ക് കുറെ കൂടെ മ്യൂട്ട് ചെയ്ത സിമ്പിൾ കേഡ്രാമയ്ക്കകത്തോ മാനേജർ കിം എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഒരുപാട് ഇമോഷൻസ് ഇല്ലാത്ത ആളാണ്. ക്യാരക്ടർ ഇമോഷന്റെ അല്ല, ക്യാരക്ടറിന്റെ മൊത്തത്തിൽ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. കോംപ്ലക്സിറ്റി ഇതിനകത്തും ഉണ്ട്. പിന്നെ അവന്റെ മറ്റേ ഫ്രണ്ട്സ് ജിൻജിയോളും ഹാൻസു സിയോങ്. അപ്പൊ ഇവർ ഫുൾ ടൈം കൂടെ അല്ലേ? അതങ്ങനെയാണ് കൊളാപ്സ് ചെയ്യുന്നത്. കൊളാപ്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. കൊളാപ്സ് ചെയ്യുന്ന പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം ഈ എക്സ്ട്രാക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നോർത്ത് കൊറിയയോ സൗത്ത് കൊറിയയോ ഇവന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അവർ ആ സമയത്ത് അറിയുന്നില്ല ഇവൻ വീണ്ടും റിയാക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം ഇവളെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. ആ കോളിൽ പറയുന്നത് അല്ലേ, ഇത് കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തിയ ശേഷമാണ് കോള് വരുന്നത്, തിരിച്ചു വന്നിട്ടുണ്ടല്ലേ, നമ്മൾ പിന്നെ അന്വേഷിച്ചിറങ്ങുവാണ് എന്നുള്ള സെറ്റപ്പിനകത്ത് വീണ്ടും അടുത്ത സ്റ്റോറിയിലോട്ട് അടുത്ത ആർക്കിലോട്ട് കിടക്കും അത്. പക്ഷെ ഇതിനകത്ത് ഇവർ കൊളാപ്സ് ചെയ്തിട്ട് ഒരേ സമയത്ത് തന്നെ നോർത്ത് കൊറിയ ഇവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, സൗത്ത് കൊറിയ ഇവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ നേരെ കൊച്ചിന് വേണ്ടി കിടന്ന് ഓടുന്നുണ്ട്. ആ സമയത്ത് അത്രയും ഒരു ഇവന്റ് ഇങ്ങനെ ഒന്നിച്ചു കിടക്കുമ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവ ഒറ്റയ്ക്ക് ഇത് അത്രയും അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കിമ്മിനെ കൊണ്ട്. പക്ഷെ ഹാൻസോ സിയോങ്ങും ജിൻജിയോളും അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവർ ഇത്രയൊന്നും പോരാ അവനെ തൊടാൻ. ഇല്ലേ? അതിൽ കഫേലിരുന്ന് എന്തോ അടി ഉണ്ടാക്കുന്ന സീൻ എന്തോ അത് ജിൻജിയോളുടെ സ്വഭാവം. ജിൻജിയോളുടെ സ്വഭാവം അതാ. ജിൻജിയോളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻജിയോളിന് 2 മോഡേ ഉള്ളു. ഒന്നാമത്തെ മോഡ് പൂക്കി. മോളെടുത്ത് പോകുമ്പോ ഡാബിൻ എന്നാണ് മോളുടെ പേര്. ഡാബിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഡാബിൻ പറയുന്ന എല്ലാം കേൾക്കും. പിന്നെ കേഡ്രാമയ്ക്കകത്ത് അവന് ഭാര്യ കാണിക്കുന്നുണ്ട്. പക്ഷെ ഭാര്യയുടെ കാര്യം ഇതിൽ പറയുന്നില്ല, മാനുവേലില്ല. അപ്പോഴ് ഈ പറഞ്ഞ മകളുടെ ഫ്രണ്ടില് പൂക്കി. പക്ഷെ പുറത്ത് ആളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിന് അവൻ ഒറ്റതേ ഉള്ളു, തല്ലിക്കൊല്ല. ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ് അവനെ അത് സൂചിപ്പിക്കുന്നത്. ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാ പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ക്യാരക്ടർ സ്വിച്ച് ആണ്. സ്പോട്ടിൽ ഫ്ലിപ്പ് ആവും. സ്പോട്ടിൽ ഫ്ലിപ്പ് ആയി പോള്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, സന്താക്ക് എന്ന് പറഞ്ഞിട്ട്. എടാ മറ്റേ ഇവൻറാ കൗണ്ടർ, കിങ് ഓഫ് കൗണ്ടർ, മറ്റേ ഒരിക്കലും കൊല്ലാൻ പറ്റാ എന്തുവാ തോപ്പിക്കാൻ പറ്റാത്ത സമതാക്ക്. മറ്റേ കോഴിത്തല നോ ഐഡിയ. ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞാല്. സാധാരണ നീയാണല്ലോ ഇതെല്ലാം എടുത്തു പറയുന്നത്. അത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. വായിച്ചില്ല. അവൻ എടാ സമതാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ വേറൊരു മറ്റേ സ്റ്റോറിയുടെ പേരെന്ത് വരുന്നോ, മറ്റേ ഓൺലൈനിൽ നോക്കിയിട്ട് മറ്റേ ഫൈറ്റ് പഠിക്കുന്നത് മറ്റേ സ്റ്റഡി ഗ്രൂപ്പ് അല്ലല്ലോ. സ്റ്റഡി ഗ്രൂപ്പ് അല്ല, സ്റ്റഡി ഗ്രൂപ്പാ
അത് വേറൊരു മാൻവേ ആയിരിക്കും. എടാ ഒരു ഇതിന്റെ തന്നെ ഈ PTJ വേഴ്സിൽ തന്നെ ഉള്ള ഒരു സ്റ്റോറി ഉണ്ട്. കമ്പ്യൂട്ടർ നോക്കി ഓൺലൈനിൽ നിന്ന് പഠിക്കുന്നത്, ഫൈറ്റ് പഠിക്കുന്നത്. പോലെ തന്നെ അങ്ങനെ പേരില്ലേ? അതന്നെ. അപ്പൊ ആ സ്റ്റോറിക്കകത്ത് ആ ചെറുകന് മറ്റേ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് 1 and 2 ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ ഈ സമതാക്ക യൂട്യൂബ് ചാനലിൽ ഉണ്ട്. സമതാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമതാക്കിനെ ഇതുവരെ ഒരു ക്യാരക്ടറും PTJ വേഴ്സിലുള്ള ആരും തോപ്പിച്ചിട്ടില്ല. ഈ സമതാക്ക് മാനേജർ കിമ്മിന്റെയും ജിൻജിയോളിന്റെയും ഹാൻസു സിയോമിന്റെയും കൂടെ ആ സെയിം പ്ലാറ്റൂൺ, എന്റെ ഗോസ്റ്റ് പ്ലാറ്റൂൺ എന്നാ പറയുന്നത്, മിലിറ്ററിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അയാള് സമതാക്കും. RPG ഒരു സിസ്റ്റം വന്നിട്ട് അത് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന കൊറേ ഉണ്ട്. ഒന്ന് ലുക്കിസം, പിന്നെ അത് അറിയാത്ത ആൾക്കാർക്ക് മാനേജർ കിം എന്ന് പറയുന്നത് ഒരു ഒറ്റ സിംഗിൾ സ്റ്റോറി അല്ല, അതൊരു യൂണിവേഴ്സ് ആണ്. അതിന് പറയുന്നത് PTJ വേഴ്സ് എന്നാ പറയുന്നത്. PTJ വേഴ്സിൽ ഇപ്പം ലുക്കിസോ ഉണ്ട്. ലുക്കിസോ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു സ്റ്റോറിയാണ്. മാനേജർ കിം ഉണ്ട്, വൈറൽ ഹിറ്റ് ഉണ്ട്, ക്വസ്റ്റിസോ ഉണ്ട്, മൈ ലൈഫ് ആസ് എ ലൂസർ. അത് മേജർ കണക്ഷൻസ് ഇല്ല, ബട്ട് ലൂസേഴ്സ് കോയിൻ ലൂസേഴ്സ് കോയിനകത്തുള്ളതാണ്. പിന്നെ ജുവനൈൽ ഒഫൻഡർ ആൻഡ് ഡെത്ത് റോ ബോയ്, അറിയത്തില്ല. പക്ഷെ ഇത് മെയിൻ ആണ്. ഇത്ര എണ്ണമാണ് സ്റ്റോറി വരുന്നത്. അതായത് ഇവര് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകാറുണ്ട്, ക്യാമിയോസ് വരും. ലുക്കിസം ഫാൻസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാനേജർ കിം തന്നെയാണ് ഇതിന്റെ മാനേജർ കിം. അതെ. ലുക്കിസം ഫാൻസ് പറയുന്ന അതേ മാനേജർ കിം തന്നെയാണ്. പക്ഷെ രണ്ടിലും ആള് എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. കാരണം കുറച്ചും കൂടി ഫാമിലി മാൻ ആണ് ഈ പറഞ്ഞ ഇതിൽ കാണിക്കുന്നത്, ലുക്കിസത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ റോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഇമോഷൻസ്. സ്വഭാവം അൺലോക്ക് ആയി. ഗോസ്റ്റ് പ്ലാറ്റൂൺ എന്ന് പറയുന്നത് തന്നെ ജിൻജിയോള് പണ്ട് മുതലേ സൗത്ത് കൊറിയയിൽ ജനിച്ച് സൗത്ത് കൊറിയയിലെ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു അണ്ടർ കവർ ഏജന്റ്. ഹാൻസു സിയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈക്കോണ്ടോ മാസ്റ്റർ ആണ്. അയാൾ അറിയപ്പെടുന്നത് ഗോഡ് ഓഫ് തൈക്കോണ്ടോ എന്നാണ്. ഗോഡ് ഓഫ് തൈക്കോണ്ടോ ആയിട്ടുള്ള ഹാൻസു സിയോങ് അല്ല, പേര് മാത്രമല്ല, അത് അങ്ങനെ ക്യാരക്ടർ. അത് ഈ പറഞ്ഞ അത് തൈക്കോ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് 2 ഈ സ്വിച്ച് മോഡ് ഉണ്ട്. ഈ പറഞ്ഞ ഹാൻസു സിയോങ്ങിനും എന്ന് പറഞ്ഞാൽ തമാശയൊക്കെ പറഞ്ഞ് എല്ലായിടത്തും മറ്റേ കഥ ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ഒരു പാവ മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ഈ പറഞ്ഞ ഒരു സ്വിച്ച് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അയാളെ പറഞ്ഞത് പറഞ്ഞാൽ സീറോ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു മോഡിലോട്ട് അയാൾ പോകുന്നത്. സീറോ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പതി, സിമ്പതി, സന്തോഷം, സ്നേഹം, ഇങ്ങനെയുള്ള ഒരു കരുണ ഇതൊന്നുമില്ല. ആകെ ഒറ്റ മോഡേ ഉള്ളു, കിൽ. ഒരൊറ്റ മോഡിലാണ് ഈ സീറോ പേഴ്സണാലിറ്റി വർക്ക് ചെയ്യുന്നത്. അതാണക്ക് ഈ ജിൻജിയോളിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സെയിം ഗോസ് വിത്ത് മാനേജർ കിമ്മിന്റെ 100% ഇന്റന്റ് എന്ന് പറയുന്നത്. ജിൻജിയോള് പിന്നെ കുറച്ചും കൂടെ മറ്റേ ഈ റൗണ്ടപ്പിന്റെ അകത്താണ് മറ്റേ ടേബിളില് മറ്റേ ഡോങ്ലി ഒരുത്തനെ വെച്ചിട്ട് ഇടിക്കത്തില്ലേ, അന്തമാതിരി സൈക്കോ ചില സമയത്ത് കയറി. ജിൻജിയോള് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ നീ വായിച്ചാണല്ലോ. പിന്നെ മറ്റേ റോ ഇടിയാണ് എന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട് മറ്റേ മോന്തര് ഉപ്പ് വരുത്തേക്ക് അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ സാധനം. ഈ മാനേജർ കിമ്മില്ലേ, മെയിൻ ക്യാരക്ടർ കിമ്മില്ലേ, ഈ എക്സ്ട്രാക്ഷന് പോകുന്ന പറഞ്ഞില്ലേ സമയം. ഈ സമയം എക്സ്ട്രാക്ഷന് പോണത് മറ്റേ വില്ലന്മാരുടെ ആ ലെയറിലോട്ടാണ്. ഇവൻ ചാടി പോകുമ്പോഴത്തേക്ക് അവിടെ മറ്റേ ഇവരുത്തൻ തപ്പി ഇറങ്ങിയിട്ടുണ്ട് നോയിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മറ്റേ ഈ റെഡ് ഗ്ലാസും ആ പാനൽ എന്ന് പറഞ്ഞ റെഡ് ഗ്ലാസും ഇവിടെ ഫുള്ള് ചോരയാണ്. അതാണ് ഫ്രെയിം. ഇതൊക്കെ ഫുൾ ആള് മാനേജ്മെന്റ് ഓൾറെഡി തന്നെ ഇത് കേഡ്രാമ കണ്ടിട്ട് മാൻമോ വായിക്കാത്തോളത്ത് ഒരു കാര്യം പറയാം. അവൻ കയ്യിൽ ഒരു ഗ്ലൗസ് ഇടുന്ന കാണിക്കും. ഈ പറഞ്ഞ മാൻവേല് ഇവൻ ഈ ഗ്ലൗസ് ഇല്ലാതെ ഇവന്റെ ഫസ്റ്റ് കൈ കാണിക്കും. ഇവന്റെ കൈ മൊത്തം കീറിയായിരിക്കുന്നത്, ഇങ്ങനെ പടപടപട ഇങ്ങനെ കീറിയിരിക്കും. വികൃതോ കൈയുടെ ഉൾഭാഗം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യൂസ് ചെയ്യുന്ന ടൂള് വയറാ, ഇരുമ്പ് വയറാ. അത് കയ്യിൽ കയറി അവൻ ആൾക്കാരെ സ്ട്രാങ്കിൾ ചെയ്യുന്ന സമയത്ത് അവന്റെ കയ്യിൽ വരഞ്ഞാണ് അവന്റെ കൈ മൊത്തം കീറിയിരിക്കുന്നത്. അത് യൂസ് ചെയ്യുന്നത് ഈ 100% ഇന്റന്റ് അവൻ ഇറക്കി, അതായത് കൊല്ലണം ആൾക്കാരെ എത്ര തീർക്കണം എന്നുള്ളൊരു മൈൻഡ് വരുമ്പോൾ മാത്രമേ അവൻ ആ വയർ യൂസ് ചെയ്യത്തുള്ളൂ. അത് 3ാമത്തെ എപ്പിസോഡിനകത്ത് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കേഡ്രാമ യൂസ് ചെയ്യുന്നുണ്ട്. 3ാമത്തെ എപ്പിസോഡിനകത്ത് ഇവൻ ഒരു വീട് എക്സ്ട്രാക്ട് ചെയ്ത് അകത്ത് കയറുമ്പം ഈ വീടിന്റെ 4 ചുറ്റിനും വീടിനോട് പുറത്തോട്ടുള്ള ഡോർസിന്റെ സൈഡിൽ ഇവ ഇത് കെട്ടി വെച്ചേക്കും. ഇവർ തിരിച്ചിറങ്ങി വരുമ്പോൾ അവൻ കാലിൽ അത് മൊത്തം കീറിയിട്ടാണ് അവന്മാർ വീഴുന്നത്. ഇറങ്ങി ഓടാൻ നോക്കുന്നവന്മാരല്ല. ഇത് ഈ മാൻവയ്ക്കകത്ത് അറിയത്തില്ലേ, അവൻ വന്ന് ഏതോ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് കയറി കഴിയുമ്പം ഇതേ സെയിം പരിപാടി ഇവൻ ചെയ്യുന്നുണ്ട്. ഇവൻ നൈറ്റ് ടൈമാ
അവിടെ വെട്ടമില്ല. ഇവൻ ആദ്യം തന്നെ അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കും. എന്നിട്ട് അവിടെ മൊത്തം ഈ പറഞ്ഞ ഇത് വലിച്ചു കെട്ടിയേക്കുക, വയറുകൾ. ഇവന് മാത്രമേ എടുത്തോളൂ എവിടെയൊക്കെയാ വയറ് വലിച്ചു കെട്ടിയേക്കുന്നത്. ഓടുന്നവന്മാര് ഈ വയറ് ചെന്ന് കയറും. സ്പൈഡർമാൻ്റെ അതിലെ സ്പൈഡർമാൻ തോന്നുന്നില്ല. ടാക്ടീഷ്യൻ ആടാ ഭയങ്കര ടാക്ടീഷ്യൻ. ഇതില് ടാക്ടിക്സ് ഇല്ലാത്ത ചെയ്യുന്നത് ഹാൻസു സിയോങ്ങിനും ടാക്ടിക്സ് ഇല്ല. അവൻ പറയുന്നത് കൊടുക്കുന്ന ഓർഡർ തീർക്കാന്ന് പറയുന്ന ഹാൻസു സിയോങ്ങിന്റെ പരിപാടി. ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഇവനാണെങ്കിൽ ജിൻജോളാണെങ്കിൽ ബുദ്ധിയില്ലാത്തൊരുത്തനാണ്, പ്രാന്തന. ബുദ്ധി വിവേകം ബോധം ഒന്നുമില്ലാത്ത ഒറ്റ മൈൻഡ്. ഇത് അല്ല ഏറ്റവും കിമ്മിനും സത്യം പറഞ്ഞാൽ ഇല്ല, പക്ഷെ അവന് ഈ ബാറ്റിലേക്ക് മാത്രം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ലൈക്ക് ഒരു മറ്റേത് അങ്ങനെയൊന്നും ഇല്ല, പോവും ഇടിക്കും തിരിച്ചു വരും ആ ഒരു രീതിയിൽ. മറ്റേത് എങ്ങനെ ഡീൽ ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ നോക്കിയിട്ട് ഇറങ്ങുന്നത്. അടുത്തത് നമ്മുടെ ഇത് ഗെറ്റ് സ്കൂൾ. അത് ഗെറ്റ് സ്കൂൾ പിറ്റിച്ചല്ല, അത് വേറൊരു വേഴ്സാണ്. ഗെറ്റ് സ്കൂൾഡ് അതിന് ഇത് ഇവരുടെ വേഴ്സ് തന്നെയാണ്. ഇതെല്ലാം വേഴ്സ് ആണ്, കുറെ ഉണ്ട്. സ്കൂൾഡ് യൂണിവേഴ്സ് ടീച്ച് യു ലെസൺ എന്ന് കൊടുത്താലും മതി. ടീച്ചർ ലെസൺ ബ്ലൂ സ്ട്രിംഗ് യൂണിവേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. വൈലാബ് യൂണിവേഴ്സ്. വൈലാബിന്റെ തന്നെ ഈ പറഞ്ഞ ടീച്ചർ ലെസൺ ഉണ്ട്, ഹാൻലിം ജിം ഉണ്ട്. ഹാൻലിം ജിം ഇതിനകത്ത് ഈ ഇല്ല എനിക്കറിയാതെ ഞാനത് കേട്ടതാ. ടീച്ചർ ലെസൺ ഫാൻസിന്റെ അടുത്ത് പറയാനുള്ളത്, ഹാൻലിമിന് ഒരിക്കലും ഒരു റൊമാൻസ് ആർക്ക് വരത്തില്ല. റൊമാൻസ് ആർക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഹാൻലിം അല്ല. അവക്ക് റൊമാൻസ് ആർക്ക് വരത്തില്ല, കാരണം ബ്രോക്കൺ സോള എന്ന് പറഞ്ഞാൽ അവക്ക് ഇമോഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആ രീതിയിലുള്ള ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യ. ഒരുമാതിരി PTSD വേറൊരു വേർഷൻ. അതായത് ജനിച്ച അന്ന് മുതല് അവള് മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്യുന്ന ആളാ. അവക്ക് മറ്റേ അങ്ങനത്തെ ഡിസിപ്ലിൻ ആണുള്ളത്. ആൾക്കാർക്ക് സംസാരിക്കാൻ, ആൾക്കാർക്ക് ഇടപെടാനുള്ള അങ്ങനെയുള്ള സോഷ്യോപാത്ത കുറച്ച് ഒരു രീതി നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലാണ്. അതേപോലെ തന്നെ ഒരുപാട് അതറിയാം. ഒരുപാട് സംസാരിക്കുന്ന ആളല്ല, ബഹളം ഉണ്ടാക്കുന്ന ആളല്ല. നീ നേരത്തെ പറഞ്ഞൊരു ഇതുണ്ടല്ല, ഇയറി കാമിക്ക് അല്ല കോമി എന്തോ ഇയറി കാം ഇയറിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് കാരണം ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോ തന്നെ അയ്യോ ഇവനാ എന്ന് പറഞ്ഞ ലക്കി റൈസറിലെ ശ്രുതി ഹാസനെ വളർത്തും പോലെയാണ് ലിറ്ററലി വേറെ ഇമോഷൻ. ഇതൊക്കെ ഓർത്തിരിക്കുന്നത് ഫിലിം റെഫറൻസ്. ഇവളെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അയാള് ഫുൾ ടൈം തണ്ണിയായിരിക്കും. ജിമ്മിന്റെ ഓണറാണ്, അവിടെ ബോക്സിങ് പഠിപ്പിക്കുന്ന ജിമ്മാണ്. അയാളുടെ ബോക്സിങ് ജിമ്മിൽ പഠിച്ചിറങ്ങുന്ന ബോക്സേഴ്സ് ആണ് അണ്ടർ വേൾഡ് ബോക്സിങ്ങിനകത്ത് അണ്ടർ വേൾഡ് അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ അണ്ടർ വേൾഡ് കേജ് ഫൈറ്റ് ഉണ്ടല്ലോടാ. നിന്റെ പണ്ട് സ്റ്റുഡിയോയിലടക്കെ മൈക്കിന്റെ അടുത്തുനിന്ന് മാറി ഒന്ന് പറഞ്ഞതാ. ഇപ്പൊ നീ മാറുമ്പോ മൈക്കും ഉണ്ട് കൂടെ. എടാ അങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേജ് ഫൈറ്റ് ഉണ്ടല്ലോടാ, അണ്ടർ വേൾഡ് കേജ് ഫൈറ്റ്. അങ്ങനെ ഒരു സംഭവമാണ് അതിനകത്ത് ആ സ്റ്റോറി പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് നിൽക്കുന്ന ഒരുത്തരുണ്ട്, ടോപ്പ് ടിയർ ഇരിക്കുന്നത്, ടോപ്പ് 1 നിൽക്കുന്നത്. അവൻ ഈ പറഞ്ഞ ഹാൻലിം ജിമ്മിന്റെ ഒരു ട്രെയിനി മാത്രം. അവിടുത്തെ ഫൈറ്ററാ, അവിടെ പഠിച്ചിറങ്ങിയവനാ. അപ്പം ആ ജിമ്മിനെ പറ്റി ഈ ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ അറിഞ്ഞ് അവിടെ ജോയിൻ ആവാൻ വേണ്ടി നടക്കും. അപ്പോഴേ അവൻ വന്നിട്ട് ചോദിക്കുന്നത് റിക്വസ്റ്റ് ചെയ്യുന്ന മൊത്തം ഹാൻലിമിന്റെ അടുത്താ. ഹാൻലിം വെച്ചാൽ മറ്റേ കോൾഡ് ബ്ലഡഡ്. അപ്പോഴത്തേക്കും സംസാരിച്ചിട്ട് നടക്കുന്നില്ലെന്ന് കണ്ടിട്ട് അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ ഇവിടെ കയറി ഇടിക്കാൻ നോക്കും, ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ നോക്കും. കൈ അങ്ങോട്ട് വീശുന്നത് മാത്രം ഓർമ്മ കാണത്തുള്ളൂ. പിന്നെ അവൻ കണ്ണു ഉറക്കുന്നത് കുറെ നേരം കഴിഞ്ഞിട്ട് ഇരുട്ടത്താ കണ്ണു ഉറക്കുന്നത്. അവള് പോയി കഴിഞ്ഞ് ആ സമയത്ത് ഇടിച്ച് ഇവനെ ഉറക്കിയിട്ട്. അല്ലല്ല, അതിനകത്ത് വേറെ മെയിൻ ക്യാരക്ടർ ഉണ്ട് ഹാൻലിം ജിമ്മിനകത്ത്.
ഹാൻഡ്ലൂം ആ, സിനിമ separate. വേറെ ആ യൂണിവേഴ്സിലെ വേറൊരു സ്റ്റോറി. വേറെ സ്റ്റോറിയാ. സ്റ്റോറി. അപ്പോഴ് അതിനകത്ത് ഹാലിം അങ്ങനെ ഒരു ക്യാരക്ടറാ. ഇവിടെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം തണ്ണിയായിരിക്കും. പക്ഷെ ആരെങ്കിലും ഇടിക്കാനൊക്കെ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പുള്ളി ഒറ്റ ഡ്രങ്കൺ ഫൈറ്റ് കണക്കാം എടുത്തിട്ട് പൊട്ടിക്കും. ഒരു ഭയങ്കര പവർഫുൾ അയാള്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഈ മെയിൻ ക്യാരക്ടർ ഈ ഹാൻലിം വരുന്നത് തന്നെ. ഹാൻലിമിനെ ക്രഷ് ആരോടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് സ്കൂളിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഹുവാന അവന്റെ അടുത്താണ്. അങ്ങനത്തെ പേര്. ആ ഹുവാന. എനിക്കറിയത്തില്ല, ഞാൻ ആ സീരീസ് കണ്ടിട്ട് എനിക്ക് ഒരു പേരും മനസ്സിലായില്ല. നിങ്ങൾക്ക് ആളെ അത് മനസ്സിലായി. അതിനകത്തുള്ള മെയിൻ ക്യാരക്ടറിന്റെ പേര് ശരി ഇതാണ്. എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ബ്യൂറോ. അത് മറ്റേ ഇൻട്രക്ഷൻ മുട്ട കോമഡിയാണ്. മറ്റേ പിള്ളേരെ തൊടാൻ പറ്റില്ല. പറ്റൂലല്ലേ? അത് മറ്റേ അത് വേറൊരു എപ്പിസോഡ് ഉണ്ടല്ലോ മറ്റേ, അത് ഓർമ്മയില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗെയിം കളിക്കാം, റോക്ക് പേപ്പർ സിസർ. ഏതാ അത്? മറ്റേ ചെയ്യുന്നത് റോക്ക് പേപ്പർ സിസർ. മറ്റേ അവന്റെ കൈ ഇങ്ങനെ ഇരിക്കുക. അത് മറ്റേ ഇവിടെ പോകുമ്പോ സിസർ അടിക്കുന്നത് ഇങ്ങനെ അടിക്കും. അവര് സിസർ അടിക്കുന്നത് ഇങ്ങനെ അടിക്കും. അവസാനം കഷ്ടപ്പെട്ട് കൈ മടക്കാൻ പറ്റി പേപ്പർ എടുത്തിട്ട് പൊട്ടിക്കുവരെ. മറ്റേ ആ സെക്കൻഡ് എപ്പിസോഡിലെ ലാസ്റ്റ് ആ ഗാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഫൈറ്റിന്റെ കൊറിയോഗ്രഫി നല്ലായിരുന്നു. കിട്ടില്ല കൊറിയോഗ്രഫി. ആ മഴയത്തുള്ള ഫൈറ്റ് ഇല്ലേ, സെക്കൻഡ് എപ്പിസോഡായിരുന്നു. സെക്കൻഡ് എപ്പിസോഡ് ഡാൻസ് നടക്കാം, ഫൈറ്റ് സെറ്റ് സാധനമായിരുന്നു. സെറ്റ് ചെയ്തേക്കുന്നത്. സീരീസ് ഫണ്ണായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ഇൻസ്റ്റയിൽ ഇതിന്റെ കട്ട് കണ്ട് പോയി കണ്ടതാ. ഇത് ഈ മാന്മ ഇറങ്ങിയത് എത്ര വർഷം മുമ്പ്? 8 വർഷമായില്ലേ മാന്മ? പിന്നെ 8 വർഷം. പിന്നെ പറയേണ്ട കാര്യം അതിന്റെ OST നല്ലതാ. രണ്ടിനെയും കൊള്ളാം, രണ്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇപ്പം ടീച്ച് ലെസൺ അഥവാ ഗെറ്റ് സ്കൂൾഡ് രണ്ടും ഒന്ന്. അപ്പൊ ടീച്ച് ലെസന്റെ അല്ലെ ഗെറ്റ് സ്കൂളിനെ റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാൻവ എത്ര റേറ്റ് ചെയ്യും? മാൻവ ഒരു 8.2 അല്ല 7.6 7.6. ബിക്കോസ് മാൻവ തിയറിലൊക്കെ അതിന് മുകളിൽ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റും. ലെജൻഡ് ഓഫ് ദി നോർത്തേൺ ബ്ലഡ് ബാൻഡ് അതൊന്നും വായിക്കാത്തോണ്ട് എനിക്കൊരു 8. അത് ഡ്രാമയാണ്. അത് മറ്റേ പീരിയഡ് ഡ്രാമ അത് പ്രോപ്പർ ഡ്രാമ. കാരണം അതിനകത്ത് നമ്മൾ വായിച്ചു പോകുമ്പോഴില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ക്യാരക്ടർ എൻട്രി വരും. ഇതിന്റെ ബാക്ക് സ്റ്റോറി വരുന്ന അങ്ങ് മുമ്പായിരിക്കും. എടാ നീ ഗോസ് വായിച്ചിട്ടില്ലല്ലേ? എന്റെ പരിപാടി നീ ലെജൻഡ് ഓഫ് നോർത്തേൺ ബ്ലഡ് തള്ളി പറയും. ായിരുന്നല്ലോ ഈ രണ്ട് ഇതായിട്ട് യൂണിവേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ജുബേറേട്ടൻ്റെ റെക്കമെൻഡ് ചെയ്ത അതിന്റെ പേരെന്തായിരുന്നു? മറ്റേ ഒന്ന് മൗണ്ട് റിട്ടേൺ ഓഫ് മൗണ്ട് ഹോയും റിട്ടേൺ ഓഫ് മാഡ് ഡോഗും. അത് ഇതേപോലെ വായിച്ച് നമ്മൾ ഒരു കഥയുടെ പാതി എത്തുമ്പോഴേക്കും ഇവന്മാരുണ്ട് സ്വിച്ച് ചെയ്യുന്നത്. അത് മൗണ്ട് സെക്റ്റിലല്ലേ? അല്ല, ഈ മുരിമും ഇതും മുരിം ലോഗിൻ. അതില് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതായത് നമ്മളിപ്പം മുരിമിലായിരിക്കും നിക്കുന്നത്, വായിച്ച് അതിന്റെ ഒരു കാര്യം മനസ്സിലാക്കി വരുമ്പോ ഇവന്മാർ സ്വിച്ച് ചെയ്ത് പഴയ പീക്ക് കോമഡിയാ. അതിന്റെ ഫോട്ടോ നീ ഇടയ്ക്ക് എനിക്ക് അയച്ചു തരാറുള്ള ഞാൻ പലതും വെച്ചിട്ടുണ്ട്. പോലെ ഇട്ടിട്ട് ബാക്കിൽ മുടി ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ. ഞാൻ ഒന്നും പറഞ്ഞില്ല. PSC മാറ്റി ബയോളജി പഠനം വേണ്ടട്ടോ. മാനുവ വേറെ ആരും വെച്ചിട്ടില്ലല്ലേ? ഞാൻ കംപ്ലീറ്റ് ആയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 8 റേറ്റ് ചെയ്യും. നീ ഒരു 7.5. പിന്നെ മറ്റേ കാര്യം കൂടെ പറയാം, MC ഇതിലൊക്കെ പോലെ സുന്ദരനും അതൊന്നുമല്ല. അത് പറയുന്നില്ല. അതേസമയം കേട്ടോ, ഈ കേഡ്രാമ കണ്ടുള്ള ആൾക്കാര് നീ കണ്ടല്ലേ? കേഡ്രാമ കണ്ടുകൊണ്ട് എല്ലാരും കേഡ്രാമ. ഞാൻ ആകെ 2 കേഡ്രാമ, ഒന്ന് മറ്റേ ബ്ലഡ് ഹൗൺസും. അപ്പൊ നിങ്ങൾ 3 പേരും ഉണ്ടല്ലേ? അത് 3 അത് വേണമെങ്കിൽ അതിന് എത്ര റേറ്റ് ചെയ്യും? കേഡ്രാമ എത്ര റേറ്റ് ചെയ്യും? മാൻവ ആണോ ബെറ്റർ, കേഡ്രാമയാണോ ബെറ്റർ? വായിച്ചിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ 7 തോന്നിയത്. സീരീസ് എനിക്ക് 7 തോന്നിയത്. സീരീസ് കൊള്ളാം.
അല്ലാണ്ട് മറ്റേ അതിഭയങ്കരമായ എന്നൊന്നും പറയാനില്ല. വേറെ കാര്യം വളരെ നീഷ് ഓഡിയൻസിന് വേണ്ടി ഉള്ളൊരു ആണ്. അതിനെ മറ്റേ കേഡ്രാമ വൽക്കരിച്ച് കൊണ്ട് കേരള വൽക്കരിച്ചിട്ടുണ്ട്. ഐ തിങ്ക് മറ്റേ എന്താ പറയാ മാൻവ അഡാപ്റ്റേഷൻ ഫോളോ ട്രെൻഡ് ആണല്ലോ. മാൻവ അഡാപ്റ്റേഷൻ അങ്ങനെ കൊണ്ടുവന്നാണല്ലോ. പിന്നെ വേറെ ഏതൊക്കെ ചെയ്ത് ഡെത്ത് നോട്ടൊക്കെ ചെയ്ത് പൊളിഞ്ഞിട്ടില്ലേ? പക്ഷെ സ്റ്റഡി ഗ്രൂപ്പ് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റഡി ഗ്രൂപ്പ് പിന്നെ വീക്ക് ഹീറോ വീക്ക് ഹീറോ ജയിച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ അതേപോലെ കുറെ 2-3 വിജയിച്ചിട്ടുണ്ടോ? നല്ല സാധനം എടുത്ത് വെച്ചിട്ടുണ്ടോ അവന്മാര്? 2 വീക്ക് ഹീറോ. വീക്ക് ഹീറോ പ്ലോട്ട് എന്തോ ഏറ്റവും തേഞ്ഞ സാധനം എന്നറിയോ? ഒമ്നിസിയൻ റീഡേഴ്സ് വ്യൂ പോയിന്റ്. അത് സത്യം മറ്റേ അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ലൈവ് ആക്ഷൻ ഞാനത് പണ്ട് സ്റ്റാർ മൂവീസ് വന്നപ്പോ കണ്ടിട്ടുള്ളൂ. എന്റെ ദൈവമേ എന്തായിരുന്നു അതിന്റെ ലീവ് ടൈറ്റൻ ആവും. അതിന്റെ ലൈവ് ആക്ഷൻ അതിന്റെ ലൈവ് ആക്ഷനില് ലീവൈ ടൈറ്റൻ ഒമ്നിസിയൻ റീഡേഴ്സ് വ്യൂ പോയിന്റ് എന്റെ കിളി പോയുണ്ട്. കിടക്കും ഉറക്കം വരുന്നില്ല. സോളോ ലെവലിലേക്ക് ഒന്നും ഒമ്നിസിയൻ റീഡേഴ്സ് പോയിന്റ് വാലി കെട്ടാനില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പക്ഷേ അഡാപ്റ്റേഷൻ ചെയ്തവരെ തൊലച്ച് ഇനി ആരോ തൊടൂല അത് ആ രീതിയിൽ വൃത്തിയിടാക്കി വെച്ചിട്ട് നാശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ പബ്ലിക്കിൽ അപ്പോളജൈസ് ഒക്കെ ചെയ്തു. അപ്പോളജൈസ് ചെയ്ത് പാവപ്പെട്ട ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആയി പോയി. അയ്യോ സാറേ പെട്ടെന്നുള്ള ഒരു മാസിനേറി വന്നു സാർ. അങ്ങനെ ബിക്കോസ് ഇയാൾക്ക് ഒരുപാട് കൺട്രോൾ ഇല്ല. ഇയാളെ മറ്റേ എഴുതി സ്റ്റോറിയൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്ത മക്കളെന്ന് പറഞ്ഞു കൊടുത്തു. അവന്മാരെ നശിപ്പിച്ച് തോക്കൊക്കെ എടുത്ത് വെടിവെക്കലും പരിപാടി എഴുതി അറിയത്തില്ല. എന്താ കൂട്ടിയത് പാവപ്പെട്ട പിന്നെ മറ്റേ മൈൻഡ് ഗെയിം സെറ്റപ്പ് പരിപാടിയൊക്കെ പോകും. അവസാനം തോക്കൊക്കെ എടുത്തിട്ട് ഇവനെ ആദ്യം ഇതൊക്കെ ചെയ്താൽ പറ്റുന്നത് ആ സാധനം. അങ്ങനെ വെച്ച് നോക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. മൈൻഡ് ഗെയിംസ് ആണ് അതിന്റെ ഫുള്ള് സാധനങ്ങൾ. മാനിപ്പുലേഷൻ കാര്യങ്ങൾ അതാണ് സ്റ്റോറി അറിയാൻ മെയിൻ സാധനം. ആ മെയിൻ ക്യാരക്ടറായിട്ട് വട്ടാക്കുന്നതാണ്. മെയിൻ ക്യാരക്ടർ മെയിൻ ക്യാരക്ടർ ആണോ? ആ കഥയിലെ ഒറിജിനൽ മെയിൻ ക്യാരക്ടർ. സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ വേൾഡ് ആഫ്റ്റർ ഫാളിനകത്തുള്ള മെയിൻ ക്യാരക്ടർ. അവനാണെങ്കിൽ മറ്റേ അത്ര പവർഫുൾ. അവനെ മറ്റേ പൊട്ടനാക്കുക. അതൊക്കെ നശിപ്പിച്ചു. ഇവരൊരു ഫൈറ്റ് ഉണ്ടല്ലോ. ഇവര് ഫൈറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇവ സൈഡിൽ ഒളിച്ചിരിക്കുക. മറ്റേ ഇത് കാണിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് റാങ്കിങ് ഇവനാ വരുന്നത്. അതൊക്കെ മറ്റേ ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഈ മെയിൻ ക്യാരക്ടറിനെ. അവനെയൊക്കെ പൊട്ടനാക്കിട്ട് കളിക്കുന്നത്. അതുപോലെ മറ്റേ ഈ ഗ്രൂപ്പ്സ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോഴേക്കായിട്ട് ഇങ്ങനെയല്ല കേട്ടോ മറ്റേ വലിയ മോശം പോയി അടിയുടെ ലിറ്ററലി അതാണ് ചെയ്യണത്. എന്റെ കരിയറിൽ ഇത്രയും വൃത്തിയായിട്ട് പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. എടാ ഇതില് മറ്റേ അതിന്റെ പേരെന്താ? പക്ഷെ അവൻ അതേ പറ്റത്തോളാ. ഈ എല്ലാവർക്കും ഒരു ശിഖിഗാമി പോലെ സാധനം അസൈൻ ആവുമല്ലോ. മറ്റേ ആ ഒരു ഇത് എന്തോ ടീ വെച്ചാണ് തുടങ്ങുന്നത്. എല്ലാ പ്ലേയേഴ്സിനും ശിഖിഗാമി പോലെ ചെറിയ സാധനം അസൈൻ ആവും. അതിനെ വലിപ്പിക്കും. അത് കരയോ അതിന് എന്തോ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അങ്ങനെ സംഭവം ഇതാണ്. ഓരോ പ്ലേയേഴ്സിനും മറ്റേ പോയിന്റ്സ് കൊടുക്കുന്നത്. അവരെല്ലാം ചെയ്യണം കറക്റ്റ് ആണോ അസൈൻ ചെയ്യണത്. ഇവ സംസാരിച്ച് ഇതിനെ പറ്റിക്കും. എന്നിട്ട് ഇവര് ബേസിക്കലി സ്ട്രീം ചെയ്യണം ഈ സാധനം. ഇതിന്റെ മോളിൽ പറയും ഞാൻ കളിക്കൂല ഇവൻ ഫ്രോഡാണ്. ഇത് കരയോ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി ആൾക്കാർ ഒരുമാതിരി കൊല്ലൂന്നൊക്കെ ചുമ്മാ ഫ്രാങ്ക് ആയിട്ടൊക്കെ പറഞ്ഞു കളയുന്ന സാധനത്തിന് എന്ന് പറഞ്ഞാൽ അത്ര ഈവലസ്റ്റ് സാധനം. ഈവലായിട്ടുള്ള സാധനം. അവനെ മാൻഡേറ്റ് പറയും നിങ്ങളെ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ആളില്ലേ അവനെ അടിച്ച് നിന്നെ ഞാൻ അതിനേക്കാളും പവർഫുൾ മറ്റേ അതിന്റെ കാലം ടോപ്പിക് കയറ്റാന്നൊക്കെ പറഞ്ഞ് അതായത് കൺവിൻസ് ചെയ്ത്. ഇപ്പൊ ഈ തോക്കോപ്പി ആയിരിക്കും എന്തുവാ ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇവ എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാത്തിന്റെ മുകളിൽ കയറ്റി ഇരുത്തും. കാരണം ഈ കോൺസ്റ്റലേഷൻസിനൊക്കെ അവന് കോൺസ്റ്റലേഷൻസ് സാധനമുണ്ട്. ഈ കോൺസ്റ്റലേഷൻസ് ആണ് ഇത് എല്ലാം കൺട്രോൾ ചെയ്യണേ. ഇവന്മാരാണ് ഈ പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഓരോ പ്ലെയർ അസൈൻ ബെറ്റിംഗ് പ്ലാറ്റ്ഫോം പോലെ. ഈ സത്യം പറഞ്ഞാൽ ഇവനെ പറ്റി എല്ലാത്തിലും ആൾക്കാരെ പറ്റിച്ച് മാളിൽ പോകുമല്ലോ. അപ്പൊ ഇവന് ഭയങ്കര റേറ്റിംഗ് ആയി. അതായത് ബാക്കി എല്ലാവരും ഇവന് വേണ്ടി ഇവൻ പറ്റി പറഞ്ഞു ഞാൻ കളിക്കൂല എന്നിട്ട് നീയാണ് പറ്റിച്ചെന്ന് എടാ ഇവര് എന്ത് സാധനം മേടിക്കണം, ഇവർക്ക് എന്തൊക്കെ വെപ്പൺസ് എടുക്കാം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഈ ചെറിയ ഐറ്റമാ. അത് അവസാനം ഇവനെ കൊണ്ട് ഗതികേടാ. ഒരു കാറിൽ കുറെ പിള്ളേരെ കയറ്റിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നിന്നെയൊക്കെ ഞാൻ തട്ടിക്കൊണ്ടുപോകാം. ഇതാണെന്നുണ്ടെങ്കിൽ മറ്റേ ഈ പ്ലെയർ ഇവര് പറഞ്ഞ രീതിയിൽ നിന്നില്ലെങ്കിൽ കൊല്ലുന്ന് പറയും. ഇങ്ങനെ കൊന്നു പറയും.
ആ ഒരു മോഡാണ് സാധനത്തിൽ മൊത്തം പോണേ. ഇതിനെ ഇവ എടുത്തിട്ട് വിട്ടു. ഇവ ഹെല്ലിലൊക്കെ പോയിട്ട് മറ്റേ ഇതുണ്ടല്ലോ, ആ മറ്റേ 3 തലമുള്ള ഡോഗ് മുട്ട കോമഡിയാണ്. മൈൻഡ് ബ്ലോയിലാണ് പോണത്. ഫ്രോഡാണ്. മാൻവ വേഴ്സില് അവനെ ഇത് ചെയ്യാൻ, അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒറ്റ ക്യാരക്ടർ ഉള്ളു, വേറെ ആരും പറ്റത്തില്ല. വേറെ അല്ലാതെ ആരെ കൊണ്ട് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോസ്റ്റ് കണ്ടാണ് ഈ ഗ്രേറ്റസ്റ്റ് സിസ്റ്റം ഡെവലപ്പർ മറ്റേ ഗ്രാൻഡ് ബ്ലൂയുടെ പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുത്ത് ചെയ്യണോന്ന്. ഒന്നിന് ഗ്രാൻഡ് ബ്ലൂ ഇത് ചെയ്യണം, അല്ലെ ഈ രണ്ടിലേതെങ്കിലും ഒന്നോ സെറ്റ് ആയിരിക്കും. അപ്പഴേ ഈ എന്നിട്ട് ലോയിഡിന് വോയിസ് ആയിട്ട് തോമകാസ സുഗീത് ഗിന്തോക്കിയുടെ തന്നെ അവൻ തന്നെ അതാ പൊളിയായിരിക്കും. നീ വായിച്ചാണോ ഗ്രേറ്റസ്റ്റ് സിസ്റ്റം ഡെവലപ്പർ? എടാ ഇത്ര പീക്ക് ആയിട്ടോടാ കിണ്ണ സാധനം. മാനുവൽ ഒന്നും ഞാൻ തുടങ്ങിയില്ല. കാരണം എന്താ അറിയോ, നമ്മള് ചിരിച്ചിട്ട് ഫ്രോഡ് സിമ്പിൾ ആണ്. അത് പിടിച്ച് ആർക്കും ഗതിയില്ലാത്ത ഒരു നമ്മളെ പോലെ കോമഡി ആയിട്ട് പറഞ്ഞോ. ഓക്കെ, കുഴപ്പമില്ല. അവൻ വിഷമാവണ്ടെന്ന് എല്ലാരും കിട്ടുന്നത്. എന്നിട്ട് റീഇൻകാർണേറ്റ് ആയി വേറൊരു സ്ഥലത്തോട്ട് വരുന്നു. അവൻ ആക്ച്വലി ഒരു കൺട്രി ഫീൽഡില് കൺട്രിയുടെ ഇതായിട്ട് ഫാമിലിയുള്ള തകർച്ച ചെറുക്കൻ. അപ്പം അവൻ മരിച്ചിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്തായിട്ട് വേറെ വേൾഡിൽ നിന്ന് ഇവന്റെ വേൾഡിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഈ ചെറുക്കനാണെങ്കിൽ ആള് മാറിയല്ലോ, ഇവന് മറ്റേ എല്ലാത്തും മാന്യമായ പെരുമാറ്റം. ഇവൻ ഫ്രോഡാണ്. മറ്റേ ഫ്രോഡ് മറ്റവൻ അഴിക്കച്ചെറുക്കെ ശരീരം കള്ളു കുടിച്ച് വീടും കൊണ്ട് പണയത്തി വെച്ച് അവന്റെ സ്വത്ത് നശിപ്പിച്ച്, എന്നിട്ട് കള്ളു കുടിച്ച് റോട്ടി പറഞ്ഞു വീണ് മരിച്ചു കഴിയുമ്പം സോൾ എക്സ്ചേഞ്ച് ആയിട്ട് ഭൂമിയിൽ നിന്ന് ഒരു ചെറുക്കനാണെങ്കിൽ കൺസ്ട്രക്ഷൻ പാപ്പരിന് പാപ്പര്, അങ്ങനത്തെ ഒരു ചെറുക്കൻ. അച്ഛനമ്മയും ദാരിദ്ര്യം കാരണം സൂയിസൈഡ് ചെയ്ത് ഇവൻ ഒറ്റയ്ക്ക് ഇത്. പിന്നെ ഇവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലെന്തോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പോഴും ഇവൻ മറ്റേ ഒരു രാത്രി ആകുമ്പോഴത്തേക്കും സമയം പോകാൻ വേണ്ടി ഒരു ഇതിരുന്ന് വായിക്കും, ഒരു സ്റ്റോറി ഇരുന്ന് വായിക്കും. എന്തോ ഒരു നൈറ്റ് എന്ന് പറഞ്ഞിട്ട്, ബ്ലഡ് നൈറ്റ് എന്നാണ് പറഞ്ഞിട്ട്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവ ഉറങ്ങി ഇവ എഴുന്നേക്കുന്നത് ഈ സ്റ്റോറിക്കകത്തുള്ള ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും പിഴച്ച ക്യാരക്ടറിന്റെ ശരീരത്തിലാണ് സൈഡ് ക്യാരക്ടറിന്റെ അതായത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇവൻ ആരാന്ന് ഇവനെ മനസ്സിലാവുമ്പോഴത്തേക്ക് ഇവന്റെ ചതി മനസ്സിലാവുന്നത്. വേറെ എന്തോരം ക്യാരക്ടർ ഉണ്ട്, ആരായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടാം. അളിയെ ഇതിലെ മെയിൻ ക്യാരക്ടർ ആവുന്നൊക്കെ പറഞ്ഞ പ്രതീക്ഷിക്കുന്ന സമയത്ത് മെയിൻ ക്യാരക്ടറിന്റെ വീട്ടിലുള്ള അവനെ കൊച്ചുനാളില് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ക്യാരക്ടർ, അതായത് ഈ പറഞ്ഞ മെയിൻ അവനെ എടുത്തു വളർത്തിയിട്ടുള്ള അച്ഛൻ്റെ അമ്മേന്റെ യഥാർത്ഥം പോയി. ആൾക്കാർ കണ്ട കാറി തുപ്പും. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെയാണ്. ഇതിന്റെ ബോഡി ഗാർഡിന്റെ പേരെന്തായിരുന്നു? മറ്റേ അതാണ് മെയിൻ ക്യാരക്ടർ, ആ കഥയുടെ മെയിൻ ക്യാരക്ടർ. ഇവൻ വായിക്കുന്ന മെയിൻ ക്യാരക്ടർ. അവൻ മറ്റേ ഫുള്ള് സ്പോർട്സ്മാൻ ആണ്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സിൽവർ ഹെയറും ലുക്കൊക്കെ ഉണ്ട്. മറ്റേ കയ്യിൽ അതാണ് കത്ത സോഡൊക്കെ യൂസ് ചെയ്യുന്നത്, മറ്റേ ഫെൻസിങ് ചെയ്യുന്ന കത്ത സോഡ് ഉണ്ടല്ലോ, അതാണ് കത്ത സോഡൊക്കെ ഉപയോഗിക്കുന്നത്. ഇവർ ഗ്രിഫിത്തിന്റെ ഇരിക്കുന്ന കത്ത ആ സോഡ യൂസ് ചെയ്യുന്നത്. അയ്യോ അത് പിന്നെ നടക്കുന്നത് ചരിത്രം. ആദ്യം ചെന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഇത്ര ചെയ്ത ശരി, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഞാൻ ഒരു അയ്യോ അവനെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇവന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, അടുത്തൊരു പാവപ്പെട്ട ഒരാളാ. അയാള് അടുത്ത എന്തിനു പറയുന്ന സെക്യൂരിറ്റി ഒക്കെ പോലെ വർക്ക് ചെയ്യുന്ന ഹെഡ് ഓഫ് സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന പുള്ളിയെ വിളിച്ചിട്ട് ജോലിക്ക് വെക്കും. ജോലി ചെയ്യുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇയാൾക്ക് വീട്ടിൽ പോകുമ്പോൾ സമയമില്ല, ഫുൾ ടൈം ജോലി തന്നെ. അപ്പോഴത്തേക്കും മറ്റേ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നിട്ട് വിഷമം ഇങ്ങനെ തളർന്നു വന്നിട്ട് പറയും, ഞാൻ രാജിവെക്കുക, എനിക്ക് വയ്യ, ഞാൻ പോവാ, എത്ര രൂപ അധികം വേണം? അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഡബിൾ ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, 5 ഇരട്ടി. ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ എപ്പോഴാണ് ഓക്കെ. അല്ല ഏറ്റവും കോമഡി, അതിനേക്കാൾ ഏറ്റവും വലിയ കോമഡി ഇവനെ മറ്റേ സ്പെല്ല് കാസ്റ്റായിട്ട് ഇവൻ ചെയ്ത കന്നതിരി നഗത്തി കൊണ്ടു മറ്റേ ചിത്രത്തിൽ എഴുതിക്കൊണ്ടിരിക്കും,
എന്നിട്ട് നരകത്തിന്റെ ചെകുത്താന്മാരൊക്കെ ഉണ്ട് ആ പണിക്കിട്ട് എടാ നരകത്തില് ഇവൻ ചെല്ലുന്നതാ. നരകത്തിൽ ഇവൻ ചെന്നിട്ട് ഇവൻ എന്ത് ആദ്യം ചെന്നറിയോ, നരകത്തിലെ ഡീമൻസ് ഉണ്ടല്ലോ അവരെ സ്കാം ചെയ്യും. അവരെ സ്കാം ചെയ്യും. $300 സ്കീം ഉണ്ട്, ഇന്നൊരു 300 നാളെ അവർ 900 ഇന്ന സ്കീമിലാണ് വിളിക്കുന്നത്. അതൊന്ന് പിന്നെ അവന്മാർ രണ്ടെണ്ണത്തിന് ചെന്ന് ബുള്ളി അയ്യോ എന്റെ വലിയ ബുള്ളി ചെയ്യുന്നോടാ. അവസാനം അടുത്തിരിക്കണവനെ കരയും. ഈ ഡീമനെ മറ്റേ ലോയിട്ട് അടിക്കുക ചെയ്യും. അടിക്കുന്ന സമയത്ത് മറ്റേ ഹാവിയർ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അയ്യോ കഷ്ടമാണ് കേട്ടോ അടിക്കുന്നു. മറ്റേ അത് ഹാവിയർ ഇവനോട് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് ഹാവിയർ എന്നിട്ടാ നിന്റെ അമ്മ നിന്നെ ഇങ്ങനെയാണോടാ പഠിപ്പിച്ചത്, നല്ല കുട്ടിയായിട്ട് വളരണം, നല്ലടാ ഇവ മറ്റേ സാഡായിട്ട് ഇവ അവസാനം ഉള്ളത് കാര്യം സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൂടാ. മറ്റേ വിഷമിച്ചിട്ട് എന്റെ അമ്മ വളരെ നല്ല മറ്റേ കിങ് ഓഫ് ഡ്രാഗൺസിനെ കൊണ്ട് അവൻ എന്താ ഫീക്കൽ വേസ്റ്റ് ഉണ്ടല്ലോ, കിങ് ഓഫ് ഡ്രാഗൺസ് ഫീക്കൽ വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് തീട്ടക്കുഴി അത് തീ എന്തുവാ വായു തീ കത്തിച്ച് കരിച്ചു കളയണം. ജോലി. അതാണ് ജോലി. എല്ലാം ഡ്രാഗൺസിന്റെ കിങ്ങാ. ഇവ കോൺട്രാക്ട് എഴുതാൻ കിട്ടിയതാണ്. ഇവൻ മറ്റേ എഴുതി ആ സ്കീം ഉണ്ടാക്കുന്നതാണ് സ്കീമില് 300 ഇല്ലെങ്കിൽ തരാൻ പറ്റിയില്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇത്ര വല്ല 1000 അത് വർഷക്കണക്കിനില്ല 1000 എന്ന് പറഞ്ഞാൽ 3 ജനറേഷൻ എങ്കിലും പണിയെടുക്കും. സിമ്പിൾ ആയിട്ട് ലോയിഡിന്റെ സ്വഭാവം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇത് കിട്ടുമല്ല, സ്പെല്ല് കിട്ടൂലേ, റീഇൻകാർണേറ്റ് അഥവാ ചത്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഇത് അത് കിട്ടുമ്പോ ഒരുത്തിനടിച്ചു എടാ നീ വിഷമിക്കണ്ട. സംഭവം എന്ന് പറഞ്ഞാലേ ലോയിഡിന്റെ വീടും സ്ഥലവും ഒക്കെ, അതായത് ഈ പറഞ്ഞ കൗണ്ടിന്റെ വീടും സ്ഥലമൊക്കെ പഴയ മുടിഞ്ഞ പുത്രനുണ്ടല്ലോ, അതായത് ഇവന്റെ മറ്റേ ഈ ബോഡിക്കകത്തുണ്ടായിരുന്ന ഒറിജിനൽ സോള്, ആ സോള് കൊണ്ട് മുടിച്ച് വിൽക്കുമല്ല. വിറ്റിട്ട് അവിടെ നിന്ന് കുറെ കാശുമായിട്ട് ഒരുത്ത് ഓടിപ്പോവും. ആ കാശ് മൊത്തം കൊണ്ട് ഒരുത്ത് ഓടിപ്പോയിട്ട് അവനെ ട്രാക്ക് ചെയ്ത് ഇപ്പൊ ഉള്ള ലോയിഡ്, അതായത് നടനായിട്ടുള്ള ലോയിഡും ഹാവിയറും കൂടി പുറകെ ട്രാക്ക് ചെയ്തു അവനെ പിടിച്ചിട്ട് പറയാം എവിടെ പൈസയൊക്കെ എവിടെ, അപ്പോഴും ഞാൻ ചെലവാക്കി സ്പോട്ടി അവനെ കെട്ടി പറയാം നീ ഒന്നും പേടിക്കണ്ട, നീ എനിക്ക് കാശൊന്നും തരണ്ട, ബാ തൂക്കിയെടുത്ത് വണ്ടി എടുത്തിട്ടുണ്ടോ പറയും. എല്ലാം ഇവ ഇരുന്ന് കണക്കൂട്ട് വരും, പേപ്പർ ഇതൊക്കെ ഇരുന്ന് കണക്കൂട്ട് പറയും. കുറച്ചാളെ എനിക്ക് എന്റെ അണ്ടറിൽ നീ വർക്ക് ചെയ്താൽ മതി, ജോലി ചെയ്ത് വീട്ടാനുള്ള കാശ് വീട്ടിയാൽ മതി. സന്തോഷം. കണക്കല്ലാണ്ട് കൂട്ടും 500 വർഷം നീ ജോലി ചെയ്താൽ എന്നിട്ട് നീ പൊക്കോ. അത് 2 ദിവസം ഇവരുന്ന് കരയാൻ തുടങ്ങും. കരയുമ്പോ എന്താ പറയുന്ന സന്തോഷിക്കുന്നില്ല, പൈസ തരണ്ട, എന്തിനാ പറയുന്ന ഇനി നിനക്ക് അതിന് മുമ്പിൽ എന്ത് സംഭവിച്ചു കുഴപ്പമില്ല, ഞാൻ നിന്റെ മക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചോളാം. കാരണം ഇതാണ് വെച്ചിരുന്നത്, ഏതാ ഫാമിലി ജനറേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് ഇവനെ എവിടെ പണി കൊടുക്കുന്ന അറിയോ, കോറിക്ക് പണിക്കകത്തിടും. കോറിയിൽ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പലയിടത്തൊക്കെ വേറെ ആർക്കൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഈ ആർക്കിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ആർക്കിൽ വെച്ചിട്ട് റീആനിമേഷൻ ടിപ്സ് കൊടുക്കണം. അതുകൊണ്ടൊക്കെ ഈ സോംബിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെല്ല് കിട്ടും. അപ്പോൾ ഇവൻ നമ്മൾ ഇരിക്കുന്നു ഈ സ്പെല്ല് കിട്ടുമ്പോഴത്തേക്ക് ഇവൻ എന്ത് ഇത്ര സന്തോഷിക്കും നമുക്കറിയത്തില്ല. ഈ മറ്റേ ലവറിനെ കാണുമ്പോൾ മറ്റേ ലവർ മറ്റേ എല്ലാം മറന്ന് ഓടിപ്പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ സാധാരണ, അതേപോലെ ഓടുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സാധനം ഇവ എങ്ങോട്ടാ പോകുന്നത്, നേരെ ഓടിച്ചെന്നിട്ട് മറ്റേ സ്ലേവ് ഉണ്ടല്ലോ, മറ്റേ സ്ലേവ് ആണല്ലോ, സുഖമായിട്ട് വിശ്രമിക്കണം, നിനക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. എന്തുവാ നീ ചത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സോംബി ആയിട്ട് ജോലി ചെയ്യിപ്പിച്ചോളാന്ന്, നീ ഒന്നും പേടിക്കാനില്ലെന്ന്. പിന്നെ അതിന്റെ ഇടയില് ക്വാറിയിൽ വെച്ചൊരു ആക്സിഡന്റ് അല്ല മറ്റേ ആന്റികൾ വരുമ്പോ ഒറ്റ ഒരുത്തന് ചത്തോല് ചത്തൊക്കെ തിരിച്ചെണ്ണിട്ട് പഠിപ്പിക്കുക. പക്ഷെ ഒരാളെ പോലും കൊല്ലാൻ പറ്റത്തില്ല, ഇവ എല്ലാത്തിനും രക്ഷിക്കുന്ന. അത് നല്ല ഒരേ സമയത്ത് നല്ല ക്യാരക്ടറുമാണ്, പക്ഷെ മാനിപ്പുലേഷൻ പറയാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഇത്രയും സറാമറപ്പാണ് പറഞ്ഞെങ്കിലും മെർമേഡ്സിന്റെ അടുത്ത് പോകും, ഇവരുടെ അടുത്ത് ഇപ്പൊ പാട്ട് പാടും ഇങ്ങനെ എന്നിട്ട് മറ്റേ അപ്പോഴത്തേക്ക് പറയാം നല്ല പാട്ട് പാടി കഴിഞ്ഞാല് നല്ല പാട്ട് പാടുന്ന ആൾക്കാരെയോ നല്ല അങ്ങനെയുള്ളവരെ മാത്രമേ മെർമേഡ്സിന് ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പോഴ് ഹാവിയർ അവിടെ ഇപ്പൊ ഉണ്ട്, ഹാവിയറിന് മറ്റേ പാട്ട് പാടാൻ പറ്റുന്നത്. അപ്പോഴും പറഞ്ഞ് പാട്ട് പാടാറുണ്ട് അറ്റ്ലീസ്റ്റ് മറ്റേ ഒരു എന്താ പറയുന്ന അല്ലല്ല ഈ ഇവനെ ഉറക്കാൻ വേണ്ടിട്ടൊരു ഇതുണ്ട്, അല്ലടാ ഈ പറഞ്ഞ ലോയിഡ് പാട്ട് പാടും. മറ്റേ ഹാവിയറിനെ കാണുമ്പോ ഹാവിയറിനെ ഇവര് ക്ഷണിക്കും. അപ്പോഴത്തേക്ക് ലോയിഡ് കൊണ്ട് ചോദിക്കും
പാട്ട് പാടുന്ന നല്ല പാട്ട് പാടുന്നവരെ ഞങ്ങൾ ക്ഷണിക്കത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ആവറേജ് ഒരു ലുക്കെങ്കിലും വേണമെന്ന് പറയാം. എന്തോ ഒരു നിനക്ക് അതുപോലും ഇല്ല, അതൊരു മാറിക്കണം ഹവിയർ മോനെ. അങ്ങനെയല്ല, മെർമേഡ്സ് കാണുമ്പോ ഹവിയർ നീ വാ, ഒരു സീനും ഇല്ല. എന്നിട്ട് ഇപ്പൊ പാട്ട് പാടും ലോയിഡ്. മറ്റേ കാണുമ്പോ മറ്റേ ഇങ്ങനെ വെച്ചൊക്കെ പാട്ട് പാടുന്ന ഫോട്ടോ ആണ് നോക്കുമ്പോഴത്തേക്ക് മെർമേഡ്സിന്റെ ചെവി പൊട്ടിന്റെ ബ്ലഡ് കിടക്കും പറയാം. സാധാരണ മെർമേഡ്സ് ആണെങ്കിൽ പാട്ട് കേട്ടിട്ട് കൊള്ളൂലെങ്കിൽ പോവും. വാറിന് വേണ്ടിയുള്ള എന്തെന്ന് പറയുന്നത് അതല്ല, ഇവന് മറ്റേ ഇവനൊരു കൗണ്ടി രാജ്യത്തിൽ നിന്നല്ലേ ഉള്ള, അവിടെന്ന് മറ്റേ മെയിൻ പാലസിൽ നിന്ന് ക്ഷണക്കത്ത് വരും. എന്നിട്ട് പോകുമ്പോ ജാവീദാണ് മറ്റേ പ്രിൻസ് എന്നും പറഞ്ഞിട്ട് എല്ലാരും നിക്കുന്ന ഒരു സാധനമാണ്. അളിയന് ഈഗോ പൊട്ടിയിട്ട് കൊറേ മറ്റേ ഡെസേർട്ടിൽ മറ്റേ സാധനം അബ്സല്യൂട്ട് വാട്ടർ. ഐ ലൈക്ക് യുവർ ഐ റെസ്പെക്ട് യുവർ പെറ്റ്. മറ്റേ നമ്മളെപ്പോഴും പറയുന്ന സാധനം കണ്ണാടി സൈഡിൽ വെച്ചിട്ട് ഇത് വായിക്കുക നോക്കുക. ഞാനത് ഇവന്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ ഈ ബുക്ക് ഈ വായിക്കുന്ന സമയത്ത് ഇതൊരു നമ്മുടെ മൊബൈലിൽ ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് വായിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണാടിയോട് നമ്മുടെ സ്വന്തം മുഖം നോക്കുക. പക്കാ വികൃതമായി. പിന്നെ അതിലെ ഏറ്റവും നിഷ്കളങ്കമായ ചിരി ലോയിഡിന്റെ ആയിരിക്കും. അതേ ലെവൽ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ടുള്ള വേറെ ഒരൊറ്റ ക്യാരക്ടറിലേ ഉള്ളൂ, ഗിന്തോക്കി. അല്ല, ഗിന്തോക്കിലും അല്ല, ഗ്രാൻഡ് ബ്ലൂയിലുള്ള അവന്മാരും ഓക്കെ അതേ ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഗിന്തോക്കിയില്ല. അവൻ ഇതേപോലെ വരുള്ളൂ. എന്റെ അമ്പൂ. വേറൊരു ക്യാരക്ടർ അങ്ങനത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ പറയാനായിട്ടാണെങ്കിൽ ഈ 99+ വുഡൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മാനുണ്ട്. അതിനകത്തുള്ള മെയിൻ ക്യാരക്ടറിന് ഇതൊക്കെ സാധനമുണ്ട്. പിന്നെ അതേ കണക്ക് മൗണ്ട് ഹോ അവന്റെ മുഖം ഇതണക്ക് പോവും, പല എക്സ്പ്രഷൻ പോവും. മാൻഡിമൻ, റിട്ടേൺ ഓഫ് മാൻഡിമൻ. നമ്മള് പറഞ്ഞോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ മറ്റേ മാനേജ്മെന്റ് കാര്യം പറയണെങ്കിൽ അത് എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കുഴപ്പമില്ല, ഭയങ്കര സാധനം പറഞ്ഞു തുടങ്ങിയ പിന്നെ ഞങ്ങൾ എത്ര ആള് ഇതുണ്ട്. വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. വേണ്ട, ഇത് തന്നെ മാനേജ്മെന്റ് മാൻവ നമ്മൾ മിക്കവരും വായിച്ചിട്ടുണ്ടല്ലേ? ഞാൻ വായിച്ചില്ല, ഇവൻ വായിച്ചു. ഞാനും PT ജവേഴ്സ് ഒരുമാതിരിപ്പെട്ട എല്ലാ ബുക്കും വായിച്ചിട്ടുണ്ട്. ലുക്കിസം വായിക്കും, അപ്പൊ തന്നെ കോൾ വിളിക്കും, ലുക്കിസം വായിക്കും. ഇവർ ലുക്കിസം നീ കോട്ടപ്പല്ലേ? ഞാൻ ലുക്കിസം കുറച്ച് ചാപ്റ്റർ ഉണ്ട്. ഈ റീസെന്റ് ഇറങ്ങിയ ഞാൻ റീഡ് ചെയ്തോണ്ടിരിക്കുക. 120 ചാപ്റ്റർ ഉണ്ട്. പിന്നെ പ്രാന്താ തോന്നുമ്പോ ലുക്കിസം വായിച്ചു കഴിഞ്ഞാൽ കൊറിയയുടെ ആ ഗ്രേ ഷെയ്ഡ് അത്രയും മനസ്സിലാവും. നമ്മൾ ഈ കേഡ്രാമയിലൊക്കെ കാണുന്ന ആ ഒരു പൂക്കി സാധനം നമ്മള് പിന്നെ എന്താണ് കറക്റ്റാ നടക്കണേ. സൗത്ത് കൊറിയ കേട്ടാ നമ്മളെ വിറയ്ക്കും നമ്മൾ നിന്ന്. വേണ്ട, സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവും. സത്യം. ലുക്കിസം വായിച്ച സൗത്ത് കൊറിയക്ക് പഴയ ഒരു കഥയുണ്ട്. പഴയതല്ല, എന്റർടൈൻമെന്റ് എന്തോ നടക്കുന്നത്, ഇൻഡസ്ട്രിയിൽ എന്തോ നടക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി, പിന്നെ സ്കൂളിങ്ങിന്റെ ബുള്ളിങ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ബുള്ളിങ് ലോകത്ത് തന്നെ ഏറ്റവും ബുള്ളിങ് ഉള്ള രണ്ടാമത്തെ മൂന്നാമത്തെ കൺട്രിയാണ്. പിന്നെ മറ്റേ ഈ അൺറേസ്ഡ് റേപ്പ് അങ്ങനത്തെ സംഭവങ്ങള്, ട്രാഫിക്കിങ്, അങ്ങനെ കുറെ സാധനങ്ങളെല്ലാം ഉണ്ട്. പറഞ്ഞ എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതെല്ലാം നീ വായിച്ചിട്ടുണ്ടോ? നീ മാനേജറിംഗ് വായിച്ചിട്ടില്ല? കഥകളി കാണാതിരിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡിന് മറ്റേ ടീച്ചിങ് ഗൗരി മാനുവാന്ന് പറയുന്നത്. പക്ഷെ നീ ഇത് ടീച്ചർ ലെസൺ നീ വായിച്ചിട്ടില്ല? അത് സീരീസ് മാനുവ അല്ല, കേട്ടാൻ വേണ്ടിട്ടില്ലേ? കേട്ടാവേ അല്ല, അപ്പോഴും മാനേജർ കിമ്മിന്റെ മാൻവ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര റേറ്റ് ചെയ്യും? സോൾഡ് 8.5. എന്റെ സോൾഡ് 8.5. ആനിമേ അല്ല കേട്ടറാമ ആണെങ്കിലും എന്തായാലും 2 എപ്പിസോഡ് ഉണ്ട് അതിന് തന്നെ. കാരണം 2 എപ്പിസോഡ് തന്നെ ഏകദേശം അതേ കണക്ക് തന്നെ അങ്ങോട്ട് പോകുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്ക് മൊത്തത്തിൽ തന്നെ ആ ഒരു മാൻ വായിക്കുന്ന സസ്പെൻസ് ആണെന്ന് ബിൽഡ് ചെയ്തില്ല അവര്. മറ്റേ ആ ക്യാരക്ടേഴ്സിന് കുറച്ച് സ്പേസ് കൊടുത്തില്ല എന്നൊരു ഫീലിംഗ് എനിക്ക്. അത്ര ബ്രൂട്ടൽ ആക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സീരീസിൽ അത്രയും ബ്രൂട്ടൽ ആകും എനിക്ക് തോന്നുന്നില്ല. നെറ്റ്ഫ്ലിക്സിൽ എനിക്ക് തോന്നുന്നില്ല. നെറ്റ്ഫ്ലിക്സിൽ അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പടവും ഞാൻ കണ്ടിട്ടില്ല.
അവന്മാര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ശരിയാ. ആ അല്ല അവര് പ്രൊഡ്യൂസ് പിന്നെ ആപ്പിൾ ടിവിയിലൊക്കെ പിന്നീട് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല അവര് Okay. ജെയ്സൺ മോമോ ഉള്ള സി ഒക്കെ നല്ല ബ്രൂട്ടിലാ. അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. 7.8 എന്റെ personal 7.8. ഞാൻ കണ്ടില്ല. ഇതിലേക്ക് ഫുൾ ഇറങ്ങിയിട്ട് കാണാന്നുള്ള പ്ലാൻ ചെയ്തിരിക്കും. ഞാൻ പറയാം 8.5 എന്ന് പറയും, അല്ലെങ്കിൽ 8.6 പറഞ്ഞു. ഓ സ്റ്റോറി പക്ഷെ എനിക്ക് ആകെപ്പാട് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻജിയോളിന്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടി അവന്മാര് അങ്ങ് മറ്റേ ചക്കക്കൂട്ടാൻ കണ്ട പിള്ളേരെ അവസ്ഥയൊക്കെയാണ്. മറ്റേ എപ്പോഴും കിടന്ന് കിളിത്തരം കാണിക്കുന്ന, അങ്ങനെ കിളിത്തരം കാണിക്കുന്ന ഒരു പ്രോപ്പറായിട്ട് പുള്ളി ഒരു ഗോസ്റ്റ് പ്ലാറ്റൂൺ, ഒരു ECA എന്നൊക്കെ പറയത്തില്ല, മൊസാദ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു ടീമിനെ വേറെ പല അതിനകത്തുള്ള ലീഡ് ചെയ്തല്ല, അതിനകത്തുള്ള ഒരാളാണ്. അതിനകത്ത് ഇൻഫിൽട്രേഷൻ ടെക്നിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പുള്ളിയെ ഒറ്റയ്ക്ക്, അതായത് ജിൻജിയോള് ഡെൽറ്റ ഫോഴ്സ് ഒക്കെ പോലെ ഈ പറഞ്ഞ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ ഒരു ക്യാമ്പിനകത്ത് കയറിയിട്ട് എല്ലാവരും തീർക്കുന്നുണ്ട് ജിൻജിയോള്. അതേണക്ക് തന്നെ ഒരു ക്യാമ്പിൽ, അത് ചെറിയ ക്യാമ്പല്ല, അത് വലിയൊരു ക്യാമ്പ്. ആ വലിയ ക്യാമ്പിനകത്ത് കയറിയിട്ട് ജിൻജിയോള് വീണു പോകുമ്പോ സമതാക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാത്തിനും തീർക്കും. ഒരെണ്ണത്തിനാലും എല്ലാത്തിനും തീർക്കും. പക്ഷെ ജിൻജിയോളെ രക്ഷിച്ചുകൊണ്ടു. ഇതേ സെയിം തന്നെ മാനേജർ കിം ചെയ്യുന്നുണ്ട്. അവൻ കാട്ടിൽ വിട്ടു പോകുമ്പോഴത്തേക്ക് മറ്റേ തിരിച്ച് അവൻ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോ കാട്ടിനകത്ത് വെച്ചിട്ട് നോമാൻസ് ലാൻഡിൽ ഒരു ഓടി വരുമ്പോ ഈ നോർത്ത് കൊറിയക്ക് അകത്ത് വെച്ചിട്ടും നോർത്ത് കൊറിയ അവരെ കടന്നു പോണ പുറമേ ഫുള്ള് തീർക്കുന്നുണ്ട്. അതും മറ്റേ എല്ലാം ഇതാണ് നമ്മുടെ എന്തുവാ ജസ്റ്റ് ബ്രൂട്ടൽ ഫൈറ്റിംഗ് അല്ല, ഗൊറില്ല വാർഫെയർ കണക്കാ. ഒറ്റയ്ക്ക് നിന്ന് നിഞ്ച സെറ്റപ്പ് അടിച്ചു തീർക്കുന്നു. റാംബോ ഫസ്റ്റ് ബ്ലഡ്. Okay, so I wanted to ask you, നിങ്ങളുടെ അഭിപ്രായം ആൻഡ് റേറ്റിംഗ് എന്താണ് ഫോർ മാനേജർ കിമ്മിന്റെ മാൻവ as well as K-drama and Get School Teach Your Lesson K-drama as well as Manwa. I think we'll wrap this episode. അപ്പോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ just comment മാനേജർ കിം. യൂഷ്വലി ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതെ, ഇതുവരെ കണ്ടെങ്കിൽ കമന്റ് മാനേജർ കിം. നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്തായാലും ലെറ്റ് us know. നമ്മൾ ഇതോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളും പ്രായത്തങ്ങളൊക്കെ ആയതുകൊണ്ട്. So thank you so much for watching. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ബൈ.